ഓക്കെ, ഇന്ന് സൺഡേ എന്റെ ഭാര്യയ്ക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കുന്ന വിഭവങ്ങൾ. നമ്പർ 1 സൂം ചെയ്യൂ, ഓലൻ. സൂം ചെയ്തോ? നമ്പർ 2 എരിശ്ശേരി. 3 മീൻ പൊരിച്ചത്, എന്റെയും പ്രിയപ്പെട്ടത്. 4 നമ്മൾ ഇപ്പോൾ ഉണ്ടാക്കാൻ പോകുന്ന വിഭവമാണ് ബീൻസ് തോരൻ. ഇതിനെ ആദ്യം എണ്ണ ഒഴിക്കുക, കടുക് വറുക്കുക. താമസം ഒട്ടും പാടില്ല, പെട്ടെന്ന് ചൂടാവും. തിരിച്ചെല്ലാം വയ്ക്കുക. വൃത്തിയായി കിച്ചൺ സൂക്ഷിക്കേണ്ടത് കുടുംബത്തിന്റെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമാണ്. ഓക്കെ, കടുക് വറുത്തിരിക്കുകയാണ്, അതിൽ പച്ചമുളക് ഇട്ടിരിക്കുകയാണ്. ഇനി നമ്മൾ പച്ചമുളക് അരിഞ്ഞ് ബീൻസും പതിയെ ഇതിലേക്ക് ഇടുക. കൈ കൊള്ളാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വളരെ മെതുവായി തവി കൊണ്ട് ഇളക്കി കൊടുക്കാം. കൈക്കില യൂസ് ചെയ്യുന്നത് എന്തുകൊണ്ടും ആരോഗ്യത്തിന് നല്ലതാണ്. ഇതിലേക്കൊന്ന് സൂം ഇൻ ചെയ്യാം ക്യാമറമാൻ. വളരെ മൃദുവായി ഇളക്കുക. നന്നായി ഇളക്കിയതിന് ശേഷം ഒരൽപ്പം വെള്ളം ഒഴിച്ച് അടച്ചു വെക്കുക. വേകുന്നതിന് വേണ്ടിയാണിത്. വെള്ളം ഒഴിക്കേണ്ടത് ഏതാണ്ട് ബീൻസിനൊപ്പം വെള്ളം എത്തുന്നത് വരെയാണ്. അതിനുശേഷം അല്പം ഉപ്പ് കൂടി ചേർത്ത് അടച്ചു വെക്കാം. വേണ്ട, ഉപ്പ് തൽക്കാലം ചേർക്കുന്നില്ല, ഉപ്പ് വെന്തതിന് ശേഷം ചേർക്കാം. അങ്ങനെ അടച്ചു വെക്കാൻ പോവുകയാണ്. അതടയില്ല. ക്യാമറമാന്റെ നിർദ്ദേശങ്ങൾ ആവശ്യമില്ല, അടച്ചു വെച്ചിരിക്കുക. 10 മിനിറ്റിന് ശേഷം മൂടി മാറ്റുക. കക്കിൽ ഉപയോഗിക്കാൻ വീണ്ടും ശ്രദ്ധിക്കുക. കൈ പൊള്ളും മക്കളെ. തേങ്ങ, ഓക്കെ, തേങ്ങ ഇടുക. ക്യാമറമാൻ അടുത്തേക്ക് വരും. തേങ്ങയിട്ട് നന്നായി ഇളക്കുക. തേങ്ങ, ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഈ 3 സാധനങ്ങളാണ് ഇനി ചേർക്കേണ്ടത്. അതിൽ തേങ്ങ നമ്മൾ ചേർത്ത് കഴിഞ്ഞു. മഞ്ഞൾപ്പൊടി പഴയ കാലത്ത് അമ്മമാരെ പോലെ കൈകൊണ്ടിടാം, അല്ലെങ്കിൽ സ്പൂൺ ഉപയോഗിച്ച് കൃത്യം അളന്നാം. വെറും 3 ഗ്രാം മഞ്ഞൾപ്പൊടി കൃത്യമായിട്ടിരിക്കുന്നത് അങ്ങനെയാണ്. ഇനി ഉപ്പ് അളവിൽ ചേർക്കണമെങ്കിൽ ഒരു നല്ല കുക്കിന് മാത്രമേ സാധിക്കൂ. അത് പ്രാക്ടീസിലൂടെ മാത്രമേ നിങ്ങൾക്ക് സ്വായത്തമാക്കാൻ കഴിയൂ. നന്നായി ഇളക്കുക. തേങ്ങ ഉടഞ്ഞിട്ടില്ലെങ്കിൽ ഉടയാൻ ശ്രദ്ധിക്കണം. ഇത് യൂറോപ്യൻ കുക്കിംഗ് ആണ്, കാരണം ഇവിടെ ഫ്രോസൺ തേങ്ങ മാത്രമേ കിട്ടൂ. ക്യാമറമാൻ അങ്ങനെ ഇതാ ബീൻസ് റെഡി ആയിരിക്കുകയാണ്. ഇനി ചോറിനും മീൻ പൊരിച്ചതിനും എരിശ്ശേരിക്കും ഓലനും ഒപ്പം ഇത് ഞങ്ങൾ ഉച്ചയ്ക്ക് കഴിക്കുന്നതാണ്.